ഇന്ത്യയിൽ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ജപ്പാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇല്ലീഗലോ അല്ലെങ്കിലും ബാക്കിയുള്ളവർ റൂഡായിട്ടോ വിയേർഡായിട്ടോ കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ജപ്പാനിലേക്ക് വന്നാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജപ്പാനിലെ ട്രെയിനുകളാണ്. നിങ്ങൾ ജപ്പാനിലെ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഫോൺ കോൾ ചെയ്യുന്ന സമയത്ത് ഉച്ചത്തിൽ സംസാരിക്കുന്നതും ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടാക്കുന്നതും ഇവിടെ ഭയങ്കര റൂഡായിട്ടാണ് ആൾക്കാർ നോക്കിക്കാണുന്നത്. രണ്ടാമത്തെ കാര്യം വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യുന്നതാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ വേസ്റ്റ് കൊണ്ട് ഇടാറുള്ളത് മിക്സഡ് ആയിട്ടായിരിക്കും. പക്ഷേ ജപ്പാനിൽ ഓരോ വേസ്റ്റിനും, അതായത് പ്ലാസ്റ്റിക് ആണെങ്കിലും ഫുഡ് വേസ്റ്റ് ആണെങ്കിലും ടിന്നാണെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണെങ്കിലും സെപ്പറേറ്റ് ഗാർബേജുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ മാത്രമേ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേസ്റ്റ് കൊണ്ടിടാൻ പാടുള്ളൂ. മൂന്നാമത്തെ കാര്യം പാർക്കിംഗ് ആണ്. നമ്മുടെ നാട്ടിൽ റോഡ് സൈഡുകളിൽ വണ്ടികൾ ഇങ്ങനെ അലക്ഷ്യമായിട്ട് പാർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. ജപ്പാനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് തോന്നിയ സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിന് അനുവദനീയമായ പാർക്കിങ്ങിലോ അല്ലെങ്കിൽ പെയ്ഡ് ആയിട്ടുള്ള പാർക്കിങ്ങിൽ മാത്രമേ നിങ്ങൾക്ക് വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. നാലാമത്തെ കാര്യം പബ്ലിക് ന്യൂയിസൻസ് ആണ്. നിങ്ങൾ പൊതുസ്ഥലങ്ങളിൽ ലൗഡ് സ്പീക്കറുകളിൽ പാട്ട് വെക്കുന്നതും ഉച്ചത്തിൽ പാട്ട് പാടിയിട്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതും ഇവിടെ ഇല്ലീഗലാണ്. പോലീസ് വന്നിട്ട് നിങ്ങളെ കൊണ്ടുപോകാനോ ഫൈൻ ഇടാനോ ചാൻസ് ഉണ്ട്. അഞ്ചാമത്തെ കാര്യം റോഡ് ക്രോസിംഗ് ആണ്. റോഡുകളിൽ വണ്ടികളില്ല എങ്കിൽ കൂടി സിഗ്നൽ കിട്ടാതെ നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതും ഇവിടെ ഇല്ലീഗലാണ്. അതും നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജപ്പാനിൽ വന്നു കഴിഞ്ഞാൽ. ആറാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ജപ്പാനിൽ വന്നു കഴിഞ്ഞാൽ വെറും ഒരു സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ അംബ്രല്ല യൂസ് ചെയ്യുകയോ ഫോൺ യൂസ് ചെയ്യുകയോ ഇനി അഥവാ ആൽക്കഹോൾ യൂസ് ചെയ്തിട്ട് സൈക്കിൾ ഓടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വലിയ ഫൈൻ വരികയോ അല്ലെങ്കിൽ നിങ്ങളെ ജയിലിൽ വരെ അടക്കാനുള്ള ചാൻസസ് ഉള്ള ഒരു ക്രൈമാണ് അത്. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ജപ്പാനിൽ വന്നിട്ട് ഏതെങ്കിലും റെസ്റ്റോറൻറ്റുകളിലോ ഏതെങ്കിലും ഒരു ഷോപ്പുകളിൽ ടിപ്പ് കൊടുക്കുന്നത് ഇവിടെ റൂഡായിട്ടാണ് കാണുന്നത്. എട്ടാമത്തെ കാര്യം, നിങ്ങൾ ഷോപ്പുകളിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത ശേഷം ക്യാഷ് കൊടുക്കുന്ന സമയത്ത് ഡയറക്റ്റ് കയ്യിൽ കൊടുക്കാതെ അവരുടെ കൗണ്ടറുകളിൽ ഒരു ട്രേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ട്രേകളിൽ ക്യാഷ് ഇടുന്നതാണ് ഇവിടെ മാനേഴ്സ് ആയിട്ട് കാണുന്നത്. ഒമ്പതാമത്തെ കാര്യം വാഹനങ്ങളിലെ ഹോണാണ്. നിങ്ങൾ ജപ്പാനിലെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന സമയത്ത് ആവശ്യമില്ലാതെ ഹോൺ അടിക്കുന്നത് റൂഡായിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ കാണുന്നത്. അത്രയ്ക്കും അത്യാവശ്യവും എമർജൻസിയുള്ള സാഹചര്യത്തിൽ മാത്രമേ ഇവിടെയുള്ള ആൾക്കാർ ഹോൺ യൂസ് ചെയ്യാറുള്ളൂ. അവസാനത്തെ കാര്യം, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജപ്പാനിൽ യൂസ്ഫുൾ ആവുന്നൊരു കാര്യമാണ്. നിങ്ങൾ ജപ്പാനിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്തോ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്തോ നിങ്ങളുടെ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഒന്ന് കളഞ്ഞു പോയി കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നിങ്ങളുടെ വാലറ്റോ നിങ്ങളുടെ ഫോണുകളോ കളഞ്ഞു പോയി കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ, ഇവിടെ കൊബാൻ പോലീസ് എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനുകൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റും. അവിടെ പോയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇവിടുത്തെ ആൾക്കാർ എന്തെങ്കിലും ഒന്ന് കളഞ്ഞു കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തിരികെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ജപ്പാനിലെ കാഴ്ചകളും ഇതുപോലെയുള്ള ഇൻഫോർമേഷനും അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.